ഇന്നത്തെ റെസിപ്പി പല പ്രാവശ്യം അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് എങ്കിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ് കേട്ടോ. ഏകദേശം 1.5 കപ്പ് നമ്മുടെ കടലപ്പൊടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഉടച്ച് കൊടുക്കുന്നുണ്ട്. അല്പം വെള്ളം ചേർത്ത്, കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ല ഇതിലൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പക്കോടയ്ക്കകത്ത് ഞാൻ ഒരുപാട് ഉള്ളിയൊന്നും ഇട്ടിട്ടില്ല. സാധാരണ ഒരുപാട് ഉള്ളിയൊക്കെ അരിഞ്ഞിടാറുണ്ട്. കുഞ്ഞുങ്ങൾക്ക് അത് ഇഷ്ടമല്ല, അതെല്ലാം പെറുക്കി കളയുക ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉള്ളിയുടെ അളവൊക്കെ ഒന്ന് കുറയ്ക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ 1.5 കപ്പ് നമ്മുടെ കടലപ്പൊടിക്ക് ഞാൻ 1 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് മഴയൊക്കെ പെയ്തിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് കടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റം. അപ്പോൾ 1 ടീസ്പൂണോളം നമ്മളുടെ മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂടോടുകൂടി തന്നെ നമുക്ക് ഇത് ചായയോടെ കഴിക്കാം. പിന്നെ ഞാൻ ചേർത്തിരിക്കുന്ന 1 ടീസ്പൂൺ നമ്മുടെ വലിയ ജീരകമില്ലേ, അതാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ചേർക്കുന്നത് നമ്മളുടെ ചെറിയ ജീരകം, അതും അതേ അളവിൽ തന്നെ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരല്പം മല്ലി, മുഴുവനെയുള്ള മല്ലി ചേർക്കുന്നുണ്ട്. പിന്നെ അജ്വൈൻ അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക, അയമോദകം എന്ന് പറയല്ലേ, അത് കൈ കൊണ്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തിരുമ്മാൻ വാങ്ങിച്ചപ്പോൾ എൻ്റെ കുഞ്ഞിടുമെന്നുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇട്ടതാണ്. പിന്നെയും കുരുമുളക് എടുത്ത് വെച്ചപ്പോൾ കുഞ്ഞിടാന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞയുടെ കൈയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ കുരുമുളക് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൊണ്ട് ഇളക്കി യോജിപ്പിച്ചൊന്ന് മാറ്റി വെക്കണം. ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചോളൂ കേട്ടോ. അത്രേ ഉള്ളൂ. വളരെ ഈസിയാണ്. നമുക്ക് പെട്ടെന്ന് ഒരു എന്താ പറയുക, ചായക്കൊരു കടിയൊക്കെ ഉണ്ടാക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. ചായ നമുക്ക് തിളയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ കടിയുടെ റെഡിയാകും കേട്ടോ. എന്തെങ്കിലും ടൊമാറ്റോ സോസോ എന്തെങ്കിലും മതി. ഇപ്പം മല്ലിയില ചട്നി തന്നെ വേണമെന്നൊന്നുമില്ല, ടൊമാറ്റോ സോസ് കൂട്ടി കഴിക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഒരല്പം കുറവായിരുന്നു ഞാൻ ഇട്ട് കൊടുത്തപ്പോൾ കേട്ടോ. ഇനി നമ്മൾ ചേർത്തിരിക്കുന്ന വേറൊന്നുമല്ല, മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ മല്ലിയില തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ സവാള, ഞാൻ 1 സവാള ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഒരു 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില അരിഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഒന്നുമില്ല, ഇച്ചിരി ഓരോ സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ കൈ വെച്ചോ എങ്ങനെയെങ്കിലും നമ്മൾ അങ്ങോട്ട് വെളിച്ചെണ്ണയിലോട്ട് കോരി ഒഴിച്ച് അങ്ങോട്ട് വറക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഒരുപാട് അങ്ങോട്ട് വലുപ്പമാക്കാൻ പാടില്ല കേട്ടോ. എന്നാലും ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറിയ ലാസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കുന്നതിന് മുൻപായിട്ട് 1 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോ അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുമേ. അരിപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലവർ അല്ലെങ്കിൽ റവ ഏതെങ്കിലും ചേർത്താൽ മതിയാവും. അപ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടുന്നത്. 1 പിഞ്ച് ഞാൻ ചേർത്തിരിക്കുന്നത് നമ്മളുടെ ബേക്കിംഗ് സോഡയാണ് കേട്ടോ. ഇത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ മാക്സിമം ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത്. നമ്മുടെ സോഡാപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇപ്പം ഞാൻ ചേർത്തത് അരിപ്പൊടിയാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കുക അത്രയും ബേക്കിംഗ് സോഡ എടുത്തിട്ടാണ്, അല്ല കേട്ടോ. 1 ടേബിൾ സ്പൂണോളം നമ്മളുടെ പുട്ടിൻ്റെ പൊടി ഉണ്ടായിരുന്നു, അത് ഞാൻ ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. മിക്സിങ്ങൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഇനിയൊന്നുമില്ല, എണ്ണ ചൂടാക്കുക, അങ്ങോട്ട് കോരി അങ്ങോട്ട് കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ, ഞാൻ കൈ വെച്ചിട്ട് ഈ ഒരു അളവ് അത്രയും മതി കേട്ടോ. എണ്ണ ചൂടാകുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്ത് കോരിയെടുക്കുക. നല്ല ക്രിസ്പി ആയിട്ട് ചൂടോടുകൂടി തന്നെ ചായയുടെ കൂടെ നമുക്ക് സെർവ് ചെയ്യാം. കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ എരിവൊക്കെ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കൊക്കെ നന്നായിട്ട് കഴിക്കാം. പിന്നെ മുതിർന്നവർക്കൊക്കെ ഒരുപാട് കഴിക്കണം, എന്താ വെച്ചാൽ സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എരിവൊക്കെ കൂട്ടുക. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബേസൻ പക്കോട വളരെ സിമ്പിളാണ്, ഈസിയാണ്. നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരെയും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.